السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الإخوان وأخوات، أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് നമ്മുടെ റബ്ബിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എൻ്റെ ശരീരത്തോട് ബാധ്യതകളോടൊപ്പം നിങ്ങളോട് എല്ലാവരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 72-ാമത്തെ അധ്യായം സൂറത്തുൽ ജിന്നിലെ 17 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് 18 മുതലുള്ള വചനം ഒന്ന് ഓതി തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن المساجد لله فلا تدعوا مع الله أحدا وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا قل إنما أدعو ربي ولا أشرك به أحدا قل إني لا أملك لكم ضرا ولا رشدا. ഒന്നുകൂടി. وأن المساجد لله فلا تدعوا مع الله أحدا وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا قل إنما أدعو ربي ولا أشرك به أحدا قل إني لا أملك لكم ضرا ولا رشدا. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. വഅന്നൽ മസാജിദ, ഷദ്ദുള്ള നൂനിനെ വഅന്ന മണിച്ചോദ. അൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി, ഐനാണ് രണ്ട്, തദ്ഉ മഅല്ലാഹി അഹദൻ. ഫത്ഹു തൻവീൻ വരുന്ന സ്ഥലത്തൊക്കെ ഒരു അലിഫ് ഉണ്ടാവും. അവിടെ നിർത്തുമ്പോൾ നമ്മൾ അഹദ് എന്ന് പറഞ്ഞ് നിർത്തരുത്. വഖഫ് ചെയ്യുമ്പോൾ അവിടെ അഹദ, മുകളിലൊക്കെ ഓതിയതുപോലെ തന്നെ സുഅദ, ഉദഖ, ലിബദ, അഹദ ഒക്കെ അങ്ങനെയാണ് നിർത്തുന്നത്. വഅന്നഹു ലമ്മ, ഷദ്ദുള്ള നൂനും ഷദ്ദുള്ള മീമും. വഅന്നഹു ലമ്മ രണ്ടും മണിച്ചോദ. ഖാമ അബ്ദുല്ലാഹി, ബഅയിന് സുക്കൂൻ വരും, ഒന്ന് കട്ടി കൂട്ടി വെച്ചിരിക്കുക. അബ്ദുല്ലാഹി യദ്ഉഹു കാദു യകൂനൂന അലൈഹി ലിബദാ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി. ഇന്നമ ഷദ്ദും മദ്ദും ഒന്ന് മണിച്ചോദ, മാ എന്നുള്ള ചെറുതായിട്ട് നീട്ടുക. വല ഉശ്രിക്കു, വല ഒന്ന് അവിടെയും മദ്ദുണ്ട്, നീട്ടുക. ബിഹി അഹദ, ബിഹി അഹദ, ബിഹി കഴിഞ്ഞിട്ട് ചെറിയൊരു മദ്ദുണ്ട്, ശേഷം അലിഫ് വരുന്നതുകൊണ്ട് അങ്ങനെ അലിഫ് വരുന്ന സ്ഥലത്തും ഹംസ വരുന്ന സ്ഥലത്തൊക്കെയാണ് മദ് വരിക. കുൽ ഇന്നി ലാ അംലികു ലക്കും, അവിടെ ലാ എന്നുള്ള അവിടെ ഒരു മദ്ദുണ്ട്. ضرًا അവിടെ ചേർത്തും മണിച്ചോദണം. ضرًا ولا رشدا, ضرًا ولا رشدا. അങ്ങനെ എൻ്റെ കൂടെ തന്നെ നിങ്ങളും ഒന്ന് ഓതി നോക്ക്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
وأن المساجد لله فلا تدعوا مع الله أحدا وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا قل إنما أدعو ربي ولا أشرك به أحدا قل إني لا أملك لكم ضرا ولا رشدا. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ജിന്ന് വിഭാഗത്തിൽ വിശ്വാസികളായ മുസ്ലിങ്ങളായ ആളുകളുണ്ട്. വഅന്ന മിന്നൽ മുസ്ലിമൂൻ വ മിന്നൽ ഖാസിത്തൂൻ. അതേപോലെ തന്നെ അനീതി ചെയ്യുന്ന ആളുകളും ഉണ്ട്. ആര് ഫമൻ അസ്ലം, ആര് കീഴ്പ്പെട്ടുവോ, ആര് മുസ്ലിമായോ, ഫഉലൈക തഹറൗ റഷദ, അവർ റുഷ്ദിലേക്ക് ഏറ്റവും പിന്നെ സന്മാർഗത്തിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാകുന്നു. വ അമ്മൽ ഖാസിത്തൂൻ ഫകാനു ലിജഹന്നമ ഹതബ, എന്നാൽ അനീതി ചെയ്യുന്ന ആളുകൾ അവർ തീർച്ചയായും നരകത്തിൻ്റെ വിറകുകളാണ്. വ അല്ലവ ഇസ്തഖാമു അല ത്വരീഖ, അവർക്ക് ലഭിച്ച ആ യഥാർത്ഥ മാർഗത്തിൽ അടിയുറച്ചുകൊണ്ട് ഇസ്തിഖാമത്തോടുകൂടി പിന്നെ അവർ ജീവിക്കുകയാണെങ്കിൽ ല അസ്ഖൈനാഹും മാഅൻ ഗദഖ, അവർക്ക് സമൃദ്ധമായ വെള്ളം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുടിപ്പിക്കുമെന്നുള്ളതാണ്. ലിനഫ്തിനഹും ഫീഹി, അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. വമൻ യുഅ്രിദ് അൻ ദിക്രി റബ്ബിഹി യസ്ലുഖു അദാബൻ സ്വഅദ, ആരെങ്കിലും അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തെ തൊട്ട് അതിനെ അവഗണിച്ചു, അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു തആല ശിക്ഷയുടെ ശിക്ഷയിലേക്ക് അവനെ പ്രവേശിപ്പിക്കും, പ്രയാസകരമായ ശിക്ഷയിലേക്ക് അവരെ എത്തിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. അത്രയും കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത്. അടുത്തതായി അല്ലാഹു സുബ്ഹാനഹു തആല മറ്റൊരു വിഷയമാണ് പറയുന്നത്. വ അന്നൽ മസാജിദ ലില്ലാഹ്, അതോടൊപ്പം അന്നൽ മസാജിദ്, തീർച്ചയായും മസാജിദ് അറിയാലോ, മസ്ജിദ് എന്നുള്ളതിൻ്റെ പ്ലൂരലാണ് മസാജിദ് എന്നുള്ളത്. സജദ യസ്ജുദു എന്ന് വെച്ചാൽ സുജൂദ് ചെയ്തു എന്നാണ്. സജദ യസ്ജുദു, പ്രണമിക്കുക. സജദ യസ്ജുദു, സുജൂദ് ചെയ്യുന്ന സ്ഥലത്താണ് എന്ത് പറയുക, മസ്ജിദ് എന്ന് പറയാം. മസ്ജിദിൻ്റെ ജംആണ് മസാജിദ്. അപ്പോൾ വ അന്നൽ മസാജിദ്, തീർച്ചയായും പള്ളികൾ ലില്ലാഹ്, അള്ളാഹുവിനുള്ളതാകുന്നു, അള്ളാഹുവിന് വേണ്ടിയുള്ളതാകുന്നു. ലില്ലാഹ്. എന്നാൽ ആകയാൽ ലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്യരുത്. ദഅ യദ്ഉ എന്ന് വെച്ചാൽ ദുആ ചെയ്തു എന്നാണ്. ദഅ യദ്ഉ, ക്ഷണിച്ചു, വിളിച്ചു, പ്രാർത്ഥിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട് ദഅ യദ്ഉ എന്നുള്ളതിന്. സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദഅ യദ്ഉ, ക്ഷണിച്ചു, വിളിച്ചു, പ്രാർത്ഥിച്ചു എന്നൊക്കെ. റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറ, മനസ്സിലാക്കേണ്ടത് ദഅൗതു അവിടെ എന്താണ്, റബ്ബെ ഞാൻ എൻ്റെ കൗമിനെ രാവും പകലും അവരോട് പ്രാർത്ഥിച്ചു എന്നല്ല, അവരെ വിളിച്ചു എന്നാണ്, അവരെ ക്ഷണിച്ചു എന്നാണ്. ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. പക്ഷേ അവരെൻ്റെ വിളി അവർക്ക് ഇതിൽ നിന്ന് സത്യത്തിൽ നിന്ന് വിരണ്ടോടുന്ന സാഹചര്യമാണ്. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ അള്ളാഹു സൂറത്ത് നൂഹിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഫലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്യരുത്. ദഅ യദ്ഉ, ദുആ എന്നാണ് കേട്ടോ അതിൻ്റെ മസ്ദർ എന്ന് പറയുമ്പോൾ നൗൺ ആയിട്ട് വരുന്നതാണ്, പ്രാർത്ഥന, ദുആ. അപ്പോൾ ഫലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്യരുത്, മഅല്ലാഹ്, അള്ളാഹുവിനോടൊപ്പം, മഅ കൂടെ, വിത്ത് എന്നുള്ള അർത്ഥമാണ്. മഅല്ലാഹ്, അള്ളാഹുവിനോടൊപ്പം, അഹദൻ ഒരാളെയും. അപ്പം അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ച് ദുആ ചെയ്യരുത്. വ അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. വ അന്നഹു, തീർച്ചയായും കാര്യം, വ അന്നഹു തീർച്ചയായും അത് അല്ലെങ്കിൽ കാര്യം എന്നൊക്കെയാണ്. ലമ്മാ ഖാമ എന്ന് വെച്ചാൽ എഴുന്നേറ്റ് നിൽക്കുന്നതിനാണ് പറയാം. ഖാമ യഖൂമു, അതിൽ നിന്നാണ് ഖിയാമത്ത് ഒക്കെ വരുന്ന ആ പദത്തിൽ നിന്നാണ്. യൗമുൽ ഖിയാമ എന്ന് വെച്ചാൽ എന്താണ് ശരിക്കും വേർഡ് മീനിങ്, നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന സമയം എന്നാണ്. ഖബറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു നമ്മൾ എഴുന്നേറ്റ് നിൽപ്പിക്കുന്ന സമയമാണ്, അതാണ് ഖിയാമ. ചെറുപ്പത്തിലൊക്കെ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഖും
അല്ലേ? ഇജ്ലീസ് എന്നൊക്കെ ഖാമ എന്നുള്ളതിൻ്റെ കൽപ്പന രൂപമാണ് ഖും എന്നുള്ളത്. ഖും, എഴുന്നേൽക്കൂ. ഇപ്പൊ ഖാമ, ലമ്മ ഖാമ, നിന്നപ്പോൾ, അബ്ദുള്ള, അബ്ദുള്ള, അള്ളാഹുവിൻ്റെ ദാസൻ, അബ്ദ് ദാസൻ, അബ്ദുള്ള, അബ്ദിന്റെ ജമ്മാണ് ഇബാദ്, ഇബാദുർ റഹ്മാൻ, ഇബാദില്ലാഹി സ്വാലിഹീൻ. അത്തഹയ്യാത്തിലൊക്കെ നമ്മൾ ചൊല്ലുന്നില്ലേ, അള്ളാഹിൻ്റെ അടിമകൾ, അള്ളാഹുവിൻ്റെ ദാസന്മാർ. അബ്ദുള്ള പേരിടാറുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ ദാസൻ, ദേവദാസൻ, ദൈവത്തിൻ്റെ ദാസൻ, അള്ളാഹുവിൻ്റെ ദാസൻ, അബ്ദുള്ള. എന്തിന് എഴുന്നേറ്റ് നിന്നപ്പോൾ? ലമ്മ ഖാമ അബ്ദുള്ള, അള്ളാഹുവിൻ്റെ ദാസൻ എഴുന്നേറ്റ് നിന്നപ്പോൾ, യദ്ഊഹു, അവനോട് ദുആ ചെയ്യുന്നതിന് വേണ്ടി, അവനോട് ദുആ ചെയ്യുന്നതിന് എഴുന്നേറ്റ് നിന്നപ്പോൾ, കാദൂ യഖൂനൂൻ, കാദ, കാദ യക്കാദ് എന്ന് പറയുമ്പോൾ ആവുക എന്നാണ്. കാദ, കാദൂ, അവർ ആയിത്തീർന്നു. യഖൂനൂന, കാന യക്കൂനു, ആയി എന്നാണ്. കാന, ആയിത്തീരുക എന്നുള്ള അർത്ഥം. കാന യക്കൂനു, അതിൻ്റെ കൽപ്പനക്രിയയാണ് കുൻ എന്നുള്ളത്. ഉണ്ടാവുക, ആവുക, ആയിത്തീരുക എന്നൊക്കെ അർത്ഥം. കുൻ ഫയക്കൂൻ, അള്ളാഹു ഉണ്ടാകൂ എന്ന് പറയുമ്പോൾ ഫ യക്കൂൻ, അപ്പോൾ ഉണ്ടായിത്തീരുന്നു. സൂറത്ത് യാസീനിന്റെ അവസാന ഭാഗമൊക്കെ കാണാറില്ല. കാനയക്കൂ. അപ്പൊ ക്യാദു യക്കൂനൂൻ, അവർ ആവാറായി, അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ, ലിബദൻ, ലിബദ് എന്ന് വെച്ചാൽ ഈ തിങ്ങി നിൽക്കുന്ന ഇതിനാണ് പറയുക ലിബദ് എന്നുള്ളത്. ലിബദ് നമ്മൾ ഈ സൂറ ബലദിൽ ഓതുമ്പോൾ നമ്മൾ യഖൂലു അഹ്ലഖ്തു മാലൻ ലുബദ എന്ന് പറയുന്നത്, ലുബദ, ലിബദ എന്നൊക്കെ ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. കൂട്ടം കൂടി നിൽക്കുക, കൂട്ടം കൂടിക്കൊണ്ട്, അല്ലെങ്കിൽ തിങ്ങിക്കൊണ്ട്, അടുത്തായിട്ടുള്ള, ഇടതൂർന്നൊക്കെ പറയൂലേ, അതിനാണ് ലിബദ് എന്ന് പറയാം. അപ്പോ എന്താണ് പറഞ്ഞതിന് അർത്ഥം? അന്നഹു ലമ്മ ഖാമ അബ്ദുല്ലാഹി യദ്ഊഹു കാദു യകൂനൂന അലൈഹി ലിബദ, അള്ളാഹുവിന്റെ ദാസൻ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന, ഖാമ അവിടെ ഉദ്ദേശിക്കുന്നത് നിസ്കാരം എന്നുള്ളതാണ്, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. യദ്ഊഹു, അവനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോൾ, കാദു യകൂനൂന, അവരായിരുന്നു, അലൈഹി ലിബദൻ, അദ്ദേഹത്തിന്റെ മേൽ ചുറ്റും കൂടി നിന്നു എന്നാണ്. ഖുൽ, നബിയെ അങ്ങ് പറയണം. ഖാല യഖൂലു ഖുൽ ഇന്നമാ, തീർച്ചയായും, അദ്ഉ, ഞാൻ ദുആ ചെയ്യുന്നു, റബ്ബി, എൻ്റെ റബ്ബിനോട് മാത്രം. ഇന്നമാ എന്നുള്ളതിന് തീർച്ചയായും, മാത്രം എന്നാണ് ഇന്നമാ എന്നുള്ളതിന് അർത്ഥം കേട്ടോ. ഇന്നമാ, തീർച്ചയായും, മാത്രം. അദ്ഉ റബ്ബി, എൻ്റെ റബ്ബിനോട്, റബ്ബുൻ എന്ന് വെച്ചാൽ രക്ഷിതാവ് എന്നാണ് അർത്ഥം. അവിടെ യാ വന്നപ്പോൾ റബ്ബി എന്ന് വന്നപ്പോൾ എൻ്റെ രക്ഷിതാവ് എന്നായി. എൻ്റെ രക്ഷിതാവ്, നമ്മൾ അറബി പദത്തിൽ ഏത് പദത്തിന്റെ കൂടെ യാ ചേർത്താൽ എൻ്റെ എന്നുള്ള അർത്ഥം കിട്ടും. അപ്പൊ ഇന്നമ അദ്ഉ റബ്ബി, എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രിക്കു, വലാ ഉശ്രിക്കു, അഷ്റക യുശ്രിക്കു, പങ്കു ചേർക്കുന്നതിനാണ് പറയാ. അഷ്റക യുശ്രിക്കു, വലാ ഉശ്രിക്കു, ഞാൻ പങ്കു ചേർക്കുകയില്ല, ബിഹി, അവനെ കൊണ്ട്, അഹദൻ, ഒരാളെയും. അല്ലാഹുവിനോടൊപ്പം ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. വലാ ഉശ്രിക് ബിഹി അഹദ, അവനോട് ഒരാളെ ഞാൻ പങ്കു ചേർക്കുകയില്ല. അപ്പോ എന്താണ് പറഞ്ഞത്? അന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികളൊക്കെ അള്ളാഹുവിനുള്ളതാകുന്നു. പള്ളി എല്ലാം അള്ളാഹുവിൻ്റെ തന്നെയാണ്. ഭൂമി ലോകത്തും ആകാശ ലോകത്തും അള്ളാഹു പടയ്ക്കാത്ത, അള്ളാഹുവിൻ്റെതല്ലാത്തതൊന്നുമില്ല. പക്ഷേ അതൊരു ബഹുമാനത്തെ, തഅളീമിന് വേണ്ടി പറയുന്ന ഒരു പ്രയോഗമാണ്. പള്ളി എന്ന് പറയുന്നതിനെ, അതിൻ്റെ ഒരു മഹത്വം, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ചേർത്ത് പറയാണ്. മസാജിദ് അല്ലാഹ്, ബൈത്തുള്ള എന്നാണ്
അള്ളാഹുവിൻ്റെ ഭവനങ്ങളെക്കുറിച്ച് പറയാം. ബൈത്തുള്ളാഹ് വെച്ചത് അള്ളാഹിൻ്റെ വീട് എന്നാണ്. പള്ളികളൊക്കെ അള്ളാഹിൻ്റെ വീടുകളാണ്. പള്ളികളൊക്കെ അള്ളാഹിൻ്റെതാണ്. നമ്മളാണ് ഓരോരുത്തരെ വീതിച്ച് കൊടുക്കാറുള്ളത്. അത് മുജാഹിദ് പള്ളി, സലഫി പള്ളി, സുന്നി പള്ളി, ജമാഅത്തിൻ്റെ പള്ളി, എല്ലാം അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. അള്ളാഹുവിൻ്റെ പള്ളികളൊക്കെ സുജൂദ് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെതാണ്. അപ്പോൾ അവിടെ എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ പ്രാർത്ഥനയാണ് നടക്കുന്നത് പള്ളികളിൽ. അപ്പോഴാണ് ശരിക്ക് ആ പള്ളി യഥാർത്ഥ പള്ളിയായിത്തീരുന്നത്. ആരോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ? അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. ഫലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്യരുത് മഅല്ലാഹ്, അള്ളാഹുവിനോടൊപ്പം അഹദൻ, ഒരാളെയും. അള്ളാഹിനോടൊപ്പം ഒരാളെ നിങ്ങൾ വിളിച്ച് ദുആ ചെയ്യാൻ പാടില്ല. ഇസ്ലാമിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ വിഷയമാണ് ഈ പറയുന്നത് ദുആ എന്നുള്ളത്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥന. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു റസൂലിലൂടെ നമ്മളെ പഠിപ്പിച്ചു, അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന എന്ന് പറയുന്നത് അത് തന്നെയാണ് ആരാധന, ഇബാദത്ത്. പ്രാർത്ഥന അതാണ് ഇബാദത്ത്. അദ്ദുആഉ മുഖുൽ ഇബാദ. പ്രാർത്ഥന എന്ന് പറഞ്ഞ ഇബാദത്തിൻ്റെ മുഖാണ്, അതിൻ്റെ മജ്ജയാണ്, അതിൻ്റെ ഏറ്റവും മർമ്മമാണത്. ഏത് ഇബാദത്തിൻ്റെയും ഉള്ളിലുള്ള അതിൻ്റെ കാമ്പാണ് എന്ത്? ദുആ എന്നുള്ളത്. ഇപ്പോൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു തേട്ടമുണ്ട്, നോമ്പ് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു തേട്ടമുണ്ട്, സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു തേട്ടമുണ്ട്, ഹജ്ജ് ചെയ്യുമ്പോൾ, ഉംറ ചെയ്യുമ്പോൾ ഒക്കെ അതിനുള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രാർത്ഥന, ഒരു തേട്ടമുണ്ട്. ഇത് ഈ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കണമെന്നും ഇത് കാരണത്താൽ നരകത്തിൽ നിന്ന് മോചനം കിട്ടണമെന്നും സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്നുമുള്ള മനസ്സിൻ്റെ ഒരു തേട്ടം. ദുആ ഇല്ലാത്തൊരു അമലും ഇല്ല. ഏത് അമൽ ചെയ്യുമ്പോൾ നമുക്കൊരു ദുആ ഉണ്ടായിരിക്കണം. അപ്പം ആ ദുആ റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. അതൊരു സൃഷ്ടികളിലേക്കും പോകാൻ പാടില്ല. അള്ളാഹുവിനോടല്ലാത്ത മറ്റേതെങ്കിലും സൃഷ്ടികളോട് ദുആ ചെയ്യുന്നുവെങ്കിൽ അതിനാണ് ഷിർക്ക് എന്ന് പറയാം. അള്ളാഹുവിന് മാത്രമുള്ളതാണ് പ്രാർത്ഥന. ഇബാദത്ത് റബ്ബിന് മാത്രമുള്ളതാണ്. ഇബാദത്തിന് ഏറ്റവും മർമ്മപ്രധാനമായ ദുആ അള്ളാഹു അല്ലാത്ത മറ്റ് ഏതെങ്കിലും ശക്തികളിലേക്കോ വ്യക്തികളിലേക്കോ അത് ഡൈവേർട്ടായിട്ട് മാറിപ്പോകുന്നുവെങ്കിൽ അവിടെ ഷിർക്ക് സംഭവിക്കും. അപ്പോൾ അത് മൺമറഞ്ഞു പോയ ആളുകളോട്, ഇപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് ഖുർആനും അള്ളാഹുവിൻ്റെ പ്രവാചകനും എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ നിയോഗിക്കപ്പെട്ടത് അതിന് വിപരീതമായ അവസ്ഥയിലാണ് നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടുകളിലെ മുക്കിലും മൂലയിലൊക്കെ എത്ര മഖാമുകൾ, എത്ര ജാറങ്ങളാണുള്ളത്. മൺമറഞ്ഞു പോയ ആളുകളുടെ ഖബർ കെട്ടിപ്പൊക്കി അതിന് പ്രത്യേകമായ പിന്നെ സിമെൻറ്റും ഇതൊക്കെ മണലൊക്കെ കൊണ്ട് തേച്ച് എന്നിട്ട് അത് പച്ച കുബ്ബ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ പച്ച പുതപ്പ് പട്ട് വിരിച്ച് രണ്ട് ഭാഗത്തും ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് ഒരു പ്രത്യേകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് ആളുകളൊക്കെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ട് എന്താവശ്യങ്ങളും നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞോളൂ, പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾക്ക് നിറവേറ്റാമെന്നാണ്. നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ സ്ഥലങ്ങളിലും. ആ ആളുകൾക്ക് ഒന്നിച്ച് വന്ന് ഷിർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് നേർച്ചകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടുകളിൽ കാണുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഒരു പത്ര റിപ്പോർട്ട് കണ്ടു. ഈ തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപള്ളി ഓരോ വർഷം ഓരോരുത്തരും അത് ടെൻഡർ ലേലം ചെയ്തെടുക്കുകയാണ്. 7,07,00,000 രൂപക്ക് ആണ് ഒരു ടീം അത് ലേലം ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ഒരു വരുമാനങ്ങൾ നോക്കിയാൽ എത്ര വരുമാനമായിരിക്കും അത്ര അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന് മാത്രമാണ് പ്രാർത്ഥന. അത് സൃഷ്ടികളോട് ഒരാളോടും, അത് ജിന്നാവട്ടെ, മലക്കാവട്ടെ, മനുഷ്യരാവട്ടെ, ഈ ഒരു മഖ്ലൂക്കിനോടും ദുആ ചെയ്യാൻ പാടുള്ളതല്ല, അള്ളാഹുവിന് മാത്രമാണ്. അതേപോലെയാണ് പള്ളികളിൻ്റെ ഉള്ളിൽ ഖബറുള്ള പള്ളികളിൽ നിന്ന് നിസ്കരിക്കുന്നത് പോലും പണ്ഡിതന്മാർ അത് ഹറാമാണ്, പാടില്ലാത്തതാണ്. ചില പള്ളിൻ്റെ ഉള്ളിലൊക്കെ മക്ബറുകളുണ്ട്. അത്തരം പള്ളികളിൽ നിസ്കരിക്കാൻ പാടുള്ളതല്ല. കാരണം അള്ളാഹുവിനാണ് സുജൂദ് ചെയ്യേണ്ടത്. ഇത് മുന്നിലും ഒക്കെ വെച്ചിട്ട് അതിന് സുജൂദ് ചെയ്യുന്നൊരു അവസ്ഥ ഇന്ന് സമൂഹത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട്
എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും വളരെ ഗൗരവത്തിലാണ് ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത്. അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പള്ളികളുടെ സന്ദേശം എന്ന് പറയുന്നത് അള്ളാഹിനോട് ദുആ ചെയ്യാൻ വേണ്ടിയാണ്. പള്ളിക്ക് വലിയ മഹത്വമുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിൽ ഹാർട്ടിന് എന്തുമാത്രം സ്ഥാനമുണ്ടോ അതിനേക്കാൾ സ്ഥാനമാണ് ഒരു സത്യവിശ്വാസിക്ക് പള്ളി എന്ന് പറയുന്നത്. പള്ളിയുമായുള്ള ആത്മബന്ധം നമുക്കൊക്കെ ഉണ്ടാവണം. 7 വിഭാഗം ആളുകൾക്ക് അർശിൻ്റെ തണൽ കൊടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു അതിലൊരു പ്രത്യേകമായൊരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞത് പള്ളികളുമായി ബന്ധിപ്പിക്കപ്പെട്ട മുഅല്ലഖത്തു ഫിൽ മസാജിദ് എന്ന പള്ളിയുമായി ആത്മബന്ധം പുലർത്തുന്ന ബന്ധിക്കപ്പെട്ട മനസ്സുകൾ, അതിൻ്റെ ആളുകൾ. അത് വലിയ ഇതാണ്. മൻഭന മസ്ജിദൻ, ആരെങ്കിലും ഒരു മസ്ജിദ് നിർമ്മിക്കുകയാണെങ്കിൽ ബനല്ലാഹു ബൈത്തം ഫിൽ ജന്ന, അല്ലാഹു സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ പള്ളിൻ്റെ ഏത് കാര്യങ്ങൾക്കും നമുക്ക് ശ്രദ്ധയുണ്ടാവണം. നമ്മുടെ നാടുകൾ, നമ്മൾ വിദേശത്തും പല സ്ഥലത്തും ഒക്കെ ആണെങ്കിൽ പോലും നമ്മുടെ മഹല്ലിലുള്ള പള്ളിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മുടെ സഹകരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിത്തീരണം. ഷിർക്ക് പരമായ കാര്യങ്ങൾക്ക് നമ്മൾ സഹകരിക്കേണ്ടതില്ല. അല്ലാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി പള്ളിയുടെ പരിപാലനവും മറ്റുള്ള വിഷയങ്ങളൊക്കെ കാണേണ്ടതാണ്. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ അടിമ നിസ്കരിക്കുമ്പോൾ, അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ അവർ കാതു യക്കൂനൂൻ, അവർ ആയിത്തീർന്നു എന്നാണ്. അലൈഹി ലിബ, അദ്ദേഹത്തിൻ്റെ മേൽ തിങ്ങി നിറഞ്ഞ അവസ്ഥയിൽ ആയിത്തീർന്നു. 2 രൂപത്തിലുള്ള ബയാൻ, 2 രൂപത്തിലുള്ള തഫ്സീറുകളാണ് ഇതിന് പ്രധാനമായും പണ്ഡിതന്മാർ നൽകിയിരിക്കുന്നത്. ഒന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞ ജിന്ന് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ഈ സൂറ ഉൽ ഊഹിയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സൂറ തുടങ്ങിയില്ലേ? എന്താണ്? ഒരു വിഭാഗം ആളുകൾ, ജിന്ന് വിഭാഗം, നബിയും സഹാബത്തും സുബഹി നിസ്കരിക്കുന്ന സമയത്ത് ഖുർആനിൻ്റെ വചനം കേട്ടുകൊണ്ട് അവർ എന്തായി? അതിൻ്റെ ഖുർആനൻ അജബൻ, അത്ഭുതപ്പെടുത്തുന്ന ഖുർആനിൻ്റെ വാക്കുകൾ അവരെ മനസ്സിനെ സ്വാധീനിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അവർ കേൾക്കുമ്പോൾ എന്തായി? അവർ ഒന്നിന് മുകളിൽ ഒന്നായി കൂട്ടം കൂടി നിന്നുകൊണ്ട് അത് കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്തു മുദ്ദസ്സിറിൽ പറയുന്നുണ്ട്, മനുഷ്യന്മാരിലെ ചില ആളുകളുണ്ട്, അള്ളാഹിൻ്റെ ആയത്തുകൾ കേൾക്കുന്ന സമയത്ത് അവർ സിംഹത്തിൽ നിന്ന് കുതിറി ഓടുന്ന കഴുതകളെ പോലെ എന്നുള്ളതിൻ്റെ പ്രയോഗമുണ്ട്. അള്ളാഹിൻ്റെ ദിക്റിൽ നിന്ന് മാറിപ്പോകുന്ന ആളുകൾ. ഇത് അള്ളാഹുവിൻ്റെ ദിക്ർ കേട്ടപ്പോൾ അവരെല്ലാവരും കൂട്ടമായി ഇത് കേൾക്കുന്നതിന് വേണ്ടി അള്ളാഹിൻ്റെ റസൂലിൻ്റെ മേൽ വീണു എന്നുള്ള അർത്ഥത്തിൽ, അഥവാ ഇത് കേൾക്കുന്ന അത്രയും അതിൻ്റെ ആ ഒരു ഇഷ്ടവും താല്പര്യവും പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിശദീകരണം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ അങ്ങനെ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ എതിർത്തിരുന്ന മക്ക മുശ്രിക്കുകളുണ്ട്. അപ്പൊ കാദു യക്കൂനൂൻ, അവർ ആയിരുത്തിരുന്നു അലൈഹി എന്ന് പറയുക അദ്ദേഹത്തിനെതിരിൽ എന്നുള്ള, അലൈഹി എന്നുള്ള ആ രൂപത്തിലും അർത്ഥം വെക്കാം. അദ്ദേഹത്തിനെതിരിൽ ലിബദൻ, കൂട്ടം കൂടി നിന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തെ തടസ്സം ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ മക്ക മുശ്രിക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സൂറത്തുൽ അലഖ് ഓതുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അത്. അബ്ദൻ ഇദാ സ്വല്ല അറഅയ്ത ഇൻ കാന അലൽ ഹുദ ഔ അമറ ബിത്തഖ്വ അറഅയ്ത ഇൻ കദബ വതവല്ല അലം യഅലം ബിഅന്ന അല്ലാഹ യറാ കല്ല ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയത്തിൻ കാദിബത്തിൻ ഖാതിയ. തൻ്റെ അടിമ അബ്ദൻ ഇദാ സ്വല്ല, തൻ്റെ അടിമ നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കാരത്തെ തടഞ്ഞു വെച്ചവനെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അബൂജഹലിനെയും കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത്, അള്ളാഹുന്റെ റസൂൽ നിസ്കരിക്കുമ്പോൾ റസൂലിനെ തടഞ്ഞു വെച്ച, റസൂലിന്റെ നിസ്കാരത്തിന് പല രൂപത്തിൽ അവര്, അള്ളാഹുന്റെ റസൂൽ, നിങ്ങൾ പലപ്പോഴും പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, ചീഞ്ഞറിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഴുത്തിൽ കൊണ്ടുവന്ന് ചാർത്തിയ സംഭവം. അള്ളാഹുന്റെ റസൂലിന് തല ഉയർത്താൻ പോലും, സുജൂദ് ഉയർത്താൻ പോലും പറ്റാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ എങ്ങനെയൊക്കെ നിസ്കാരത്തെ തടസ്സം ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ തടസ്സം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂട്ടം കൂടിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ നിസ്കാരത്തിനെതിരെ അവർ ശ്രമം നടത്തിയ വിഷയത്തെക്കുറിച്ചാണ് അത് പറയുന്നത് എന്നുള്ള വിശദീകരണവും പ്രധാനമായിട്ടുമുണ്ട്. രണ്ടായാലും നമുക്ക് ആ വിശദീകരണത്തിന്റെ, ഖുർആനിന്റെ ആയത്തിന്റെ ആ ഒരു മഹാത്മ്യം, അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുക.
മൂന്നാമത്തെ ആയത്തിൽ നമ്മൾ ഓതി വെച്ച ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ. അതാണ് നമ്മളെ ശരിക്കുമുള്ള നമ്മളെ മുദ്രാവാക്യം. റബ്ബിനോട് മാത്രമേ നമ്മൾ ദുആ ചെയ്യാൻ പാടുള്ളൂ. ജീവിതത്തിന്റെ ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങൾ എത്തിയാൽ, എന്തെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടായിത്തീർന്നാലും നമ്മൾ മറ്റൊരു സാഹചര്യത്തിലേക്ക്, മറ്റൊരു രൂപത്തിലേക്ക് പോകാൻ പാടുള്ളതല്ല. അത് പല പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് പോലും നമ്മൾ അള്ളാഹുവിനെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകരുത്. ഇപ്പൊ ചില കാര്യങ്ങൾ, ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം തന്നെ ഒരു സഹോദരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ഒരു മാനസിക വിഭ്രാന്തി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട്, ആ പ്രശ്നങ്ങളുമായി കൊണ്ട് കുറെ തൗഹീദ് ആദർശമൊക്കെ മനസ്സിലാക്കിയവരായിട്ട് പോലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ എന്തെവിടേക്കോ ചില പ്രശ്നങ്ങൾ, എന്നിട്ട് അവർ ഇന്ന സ്ഥലത്ത് പോട്ടെ, അവിടെ പോട്ടെ, ഇവിടെ പോട്ടെ എന്നൊക്കെ ചോദിച്ചത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി. ഒരു പിശാച് നമ്മെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ചില റൂട്ടുകളാണ്. നമ്മുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ തെറ്റിച്ച് കളയും. അപ്പൊ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടൂ. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എനിക്കെന്റെ അല്ല മതി. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ. എനിക്കെന്റെ അല്ല മതി. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ മഹത്തമേറിയ വാക്കുകളുണ്ടല്ലോ. എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട്, എനിക്കെന്റെ അല്ല മതി. കരളുറപ്പോടുകൂടി, നെഞ്ചുറപ്പോടുകൂടി പറയാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. അപ്പൊ അള്ളാഹുവിനെ മാത്രം, എൻ്റെ റബ്ബിനോട് മാത്രമേ വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ അവനിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ കണ്ടുമുട്ടണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ദുആ ചെയ്ത ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പറ്റൂ. നമ്മൾ വെള്ളിയാഴ്ച സുന്നത്താക്കപ്പെട്ട സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയത്തിലെ ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ അമലു സ്വാലിഹാത്തുകൾ ചെയ്തു കൊള്ളട്ടെ. അതോടൊപ്പം വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അവർ അള്ളാഹുവിന്റെ ഇബാദത്തിന്, അള്ളാഹുവിനെ അർപ്പിക്കുന്ന ഇബാദത്തുകളിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. ഈ പങ്കു ചേർക്കുക എന്ന് പറയുമ്പോൾ എവിടെ ഈ അള്ളാഹു സുബ്ഹാനഹു ഇവിടെ മനസ്സിലാക്കി തൗഹീദിന്റെ 3 പാർട്ടുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. തൗഹീദ് റുബൂബിയ, മറ്റൊന്ന് തൗഹീദ് ഉലൂഹിയ, മറ്റൊന്ന് അസ്മാ വ സിഫാത്ത്. ഇപ്പൊ ലോകത്ത് അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് 99% ആളുകളും. റുബൂബിയത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഉലൂഹിയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഇലാഹ് എന്ന് പറയുന്ന അള്ളാഹു അല്ലാത്തവരെയും ഇലാഹാക്കി വെക്കുന്നവരുണ്ട്. അതിനേക്കാളേറെ ഇന്നത്തെ ഈ ഉമ്മത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അസ്മാ വ സിഫാത്തിലാണ്. അള്ളാഹു കാണുന്നവരെ കാണുക, അള്ളാഹു കേൾക്കുന്ന പോലെ കേൾക്കുക, അള്ളാഹു അറിയുന്ന പോലെ അറിയുക. അള്ളാഹു ഔലിയാക്കന്മാർക്ക് അങ്ങനെ കഴിവുണ്ട്. പറഞ്ഞ് 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 അവസാനം നമ്മളിപ്പോൾ അടുത്ത കാലഘട്ടത്തിലൊക്കെ മടവൂർ ഔലിയെ കുറിച്ചൊക്കെ കേട്ടില്ലേ നിങ്ങൾ? ആരാണ് പടച്ചോൻ എന്ന് ചോദിച്ചാൽ നീ പറയണം മടവൂരാണ് പടച്ചോൻ എന്ന് പറയണം. പാട്ട് വരെ ഇറക്കി. അതുപോലെ അതിനു വേണ്ടിയൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ എത്ര ആളുകളാണ് മുന്നോട്ട് വരുന്നത്, പല ചാനലുകളിലും കാര്യങ്ങളിലൊക്കെ ആയിക്കൊണ്ട്. ഇപ്പൊ ബിസിനസിന്റെ വേറൊരു മാർഗമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ റബ്ബിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഉണ്ടായിത്തീരുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, യഥാർത്ഥ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിത്തീരുന്നത്. സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ വിറ്റ് കാശാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിത്തീരുന്നത്. ഇത് ഗൗരവം നിറഞ്ഞ വിഷയമാണ് പ്രിയപ്പെട്ട. അള്ളാഹുവിന്റെ റസൂല് പോലും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. മഹാനായ നബിയുന ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സുഹൃത്ത് ഇബ്രാഹിമി പറയുന്നുണ്ട് അല്ലേ? വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജുനുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം എന്നാണ്. അള്ളാഹു ഈ നാടിനെ നിർഭയത്വമുള്ള രാജ്യമാക്കി തീർക്കണമേ. രണ്ടാമത്തെ കാര്യം എന്താ? അള്ളാഹു എന്നെയും എൻ്റെ മക്കളെയും അസ്നാമുകൾക്ക്, അഥവാ വിഗ്രഹങ്ങൾക്ക്, ഐഡൽസ് ഉണ്ടല്ലോ, അതിന് വേർഷിപ്പ് ചെയ്യുന്നതിൽ നിന്നും, ആരാധന അർപ്പിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തി. നമ്മളൊന്നും ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെയും കുടുംബത്തെ രക്ഷപ്പെടുത്താൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ വിചാരം നമ്മൾ ഭയങ്കര തൗഹീദുള്ള ആൾക്കാരാണ്, നമ്മൾ ഇതൊന്നും വ്യതിചലിക്കുക. ഇബ്രാഹിം ഇസ്ലാം പ്രാർത്ഥിക്കുക അള്ളാഹിനോട്, എന്നെ എൻ്റെ മക്കളെയും അള്ളാഹുവെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി തീർക്കരുതേ എന്നുള്ളതാണ്. അപ്പോ അവസാനം ഖിയാമത്ത് നാളിന്റെ അലാമത്തായി അള്ളാഹു റസൂൽ പറയുമ്പോൾ അടയാളങ്ങളിൽ പറയുന്ന കാണാൻ സാധിക്കും, ലാത്തെ ഉസ്സൈ മനാത്തെ വീണ്ടും ആരാധനപ്പെടുന്ന ഒരു സാഹചര്യം വരുമെന്നാണ്. സത്യമാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും ലാത്തേക്ക് എന്താ ദുആ ചെയ്യുന്നതിന് ഇലാഹല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആരോടും പ്രാർത്ഥിക്കാന്നാണ് ആളുകൾ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും. ഇലാഹല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആരോടും ദുആ ചെയ്യുന്നത് കുഴപ്പമില്ല. അതൊക്കെ ഓരോ
മുടന്ത ന്യായങ്ങൾ ഈ പറഞ്ഞ ഷിർക്ക് ചെയ്യുന്നതിന് വേണ്ടി ശൈത്താൻ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യമാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം തന്നെയാണ്. അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. റബ്ബിനോട് സദാ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു വിഷയമാണ്. തൗഹീദിൽ അടിയുറച്ച് നിൽക്കുന്നതിന് വേണ്ടി ഇതിൽ നിന്ന് മാറിപ്പോകുമ്പോൾ തീർച്ചയായും നമ്മൾ നരകത്തിൻ്റെ അവകാശികളായി തീരും. അത് വളരെ ഗൗരവത്തിൽ കാണുക. നമ്മുടെ ബന്ധുക്കളിലൊക്കെ തൗഹീദ് ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഇതിൻ്റെ ഗൗരവം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 2 ആയത്തിലും തൗഹീദ് തന്നെ സ്ഥാപിക്കണം. അന്നൽ മസാജിദല്ല ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അതേപോലെ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ വഖാല റബ്ബുകും ദുഊനി അസ്തജിബ് ലക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ രക്ഷിതാവിത പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. എന്നോട് ദുആ ചെയ്യുന്നതിൽ നിന്ന് ആര് അഹങ്കരിച്ച് മാറി നിൽക്കുന്നുവോ അവൻ നരകത്തിലേക്ക് നിന്ദ്യരായിക്കൊണ്ട് തീരും എന്നാണ് സൂറത്തുൽ ഗാഫിറിലെ 60-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദുള്ള യഥാർത്ഥ മുഅ്മിനുകളിൽ, മുവഹ്ഹിദുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിർക്ക് പരമായ വിശ്വാസത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് കണ്ണടച്ച് പോണ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.